ഹായ് ഓൾ. അപ്പം നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1-2 സബ്ജക്റ്റും കൂടെ നമുക്കിതിൽ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ചെയ്യാട്ടോ. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് BSOG 173 റീതിങ്കിങ് ഡെവലപ്മെൻറ്റ്. അതിലുള്ള 3-ാമത്തെ യൂണിറ്റാണ്. ഈ ഒരു സബ്ജക്റ്റ് ഒന്നും ആരും അങ്ങനെ യൂട്യൂബിൽ ഇട്ടതായിട്ടോ ഒന്നും നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഇടാം എന്ന് വിചാരിച്ചത്. സോ ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ടെന്ന് മാത്രം. ബോറടിയൊന്നുമില്ല. നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് എന്നുള്ളതാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം നമുക്കൊരു വ്യക്തിഗത മേഖലയിൽ നിന്നും, ഒരു സൊസൈറ്റിയുടെ മേഖലയിൽ നിന്നും, ഒരു രാജ്യത്തിൻ്റെ മേഖലയിൽ നിന്നും, നമുക്ക് എന്താണ്, ഒരു വേൾഡിൻ്റെ ഒരു മേഖലയിലേക്ക് വരെ നമുക്കൊരു ഡെവലപ്മെൻറ്റിനെ എത്തിക്കപ്പെടാൻ പറ്റും. കാരണം അത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിന്. ഒരുപാട് അർത്ഥതലങ്ങൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് പല ഏരിയാസായിട്ടുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഒരു പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ലാംഗ്വേജ്, സോഷ്യൽ ഗ്രോത്ത്, പൊളിറ്റിക്കൽ ഫ്രീഡം, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, എല്ലാം നമുക്ക് എന്താണ് ഈ ഒരു ഡെവലപ്മെൻറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ആ ഒരു വേർഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സങ്കീർണമായിട്ടുള്ളൊരു വേർഡാണ്. നമുക്കതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ തലങ്ങളിൽ അതുണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രയും ഇൻവോൾവ് ആയി പോയി എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡുകൾ ഇതിൽ പറയുന്നുണ്ട്. ചേഞ്ച്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് പറയും. പക്ഷേ ഈ ചേഞ്ച് എന്ന് പറയുമ്പം, ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം നല്ല ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ചേഞ്ച് എന്ന് പറയുമ്പം ഇറ്റ്സ് മേ ബി ഗുഡ് ഓർ ബാഡ്. നല്ലതാവാം മാറ്റം, മോശപ്പെട്ടതാവാം. പക്ഷേ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേറെ വേർഷനാണ്. പക്ഷേ ഇതിനൊക്കെ അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ സിറ്റുവേഷൻസും എല്ലാം നോക്കിയിട്ടാണ് ഇതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ മാറ്റം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നല്ലതാവാം അല്ലെങ്കിൽ മോശപ്പെട്ടതുമാവാം എന്നുള്ളതാണ്. പിന്നെ ഗ്രോത്ത് നമുക്കറിയാം, വളർച്ച. എന്താണ്? ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓർ സൈസ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഗ്രോത്ത് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ വെൽത്ത് എന്ന് പറയുന്ന ഒരു ആൻഡ് അബ്യൂഡസൻസ് അഥവാ ഒരു സമൃദ്ധി, അബ്യൂഡസൻസ് ഓഫ് മണി, പ്രോപ്പർട്ടി ഓർ ക്യാപിറ്റൽ. ഇതിനെയൊക്കെ നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ വേറെ വേർഡുകളാണ് കേട്ടോ. ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രസ് എന്ന് പറയുമ്പം പുരോഗതി, അല്ലേ? ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പുരോഗതിനെ കാണാൻ പറ്റും. അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം എന്താണ്? ഇതൊരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് എ സോഷ്യൽ സിസ്റ്റം ആയിട്ട് നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റിനെ പറയാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളൂ. ജസ്റ്റ് ആലോചിച്ച് വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ എന്താണ്? ഡെവലപ്മെൻറ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ കൺസെപ്ച്വൽ ഒറിജിൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു വേർഡ്, അല്ലെങ്കിൽ ആ ഒരു പദം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായത് നമ്മൾ വേൾഡ് വാർ സെക്കൻഡ് നടക്കുന്ന അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല നഷ്ടങ്ങളുണ്ടായിരുന്ന ആ സമയത്ത് അത് പുതുക്കി പണിയുന്ന ഒരു സമയത്താണ് ശരിക്കും ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റഡി എന്നുള്ള ഒരു ശാഖ രൂപപ്പെട്ടതെന്ന് പറയും. കാൾ മാക്സ് വെബർ, എമിലി ദുർഖെയിം തുടങ്ങിയിട്ടുള്ള പല ചിന്തകരും എന്താണ്, ഈ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു മോഡേൺ സൊസൈറ്റിയിലേക്ക് അതിലേക്കുള്ള മാറ്റങ്ങളെ വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മോഡേണൈസേഷൻ തിയറിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പലരും പഠിച്ചിട്ടുണ്ട് മോഡേണൈസേഷൻ തിയറി എന്താണെന്നുള്ളത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന്, ആ ഒരു സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയിലേക്കുള്ള മാറ്റത്തെയാണ് എന്ത് പറയുന്നത്, മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്നത്. അതിന് 5 സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്സിലൂടെയാണ് മാറ്റം, ആ ഒരു രീതിയിൽ നിന്ന് പിന്നീട് നമുക്ക് ഇപ്പം കാണുന്ന ആ ഒരു മോഡേണൈസേഷൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പം അതാണ് ഈ ഒരു മോഡേണൈസേഷൻ തിയറി എന്ന്. പരമ്പരാഗതമായിട്ടുള്ള ചിന്തകളിൽ നിന്ന്, അതിൽ പരമ്പരാഗതമായിട്ടുള്ള, ഇപ്പോൾ കൃഷിയെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന കൃഷിയിൽ ഉപയോഗിക്കുന്ന പല ട്രിക്കുകളും കാര്യങ്ങളും അതിൽ നിന്നൊക്കെ മാറി എന്താണ് ഇപ്പം ചെയ്യുന്ന അഥവാ നമ്മുടെ ഈ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു കൃഷിയിലേക്കുള്ളൊരു മാറ്റം, അതാണ് എന്ത് പറയുന്നത്, മോഡേണൈസേഷൻ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. പിന്നീട് ഇതിൽ പറയുന്നത് വെബ്സ്റ്റർ 1990, അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോബ്ലംസ്, ഗ്ലോബൽ, സോഷ്യൽ, എക്കണോമിക്കൽ, എല്ലാ തലത്തിലും ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓരോ സമൂഹത്തിലും ഓരോ പ്രത്യേകതകളുണ്ടാവും. ഇപ്പോൾ ചില സൊസൈറ്റിയുടെ പ്രത്യേകത, ആ ഒരു പ്രത്യേകത അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള
അതുപോലെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ഒക്കെ എന്താണ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൾച്ചറൽ ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും അത് പൊളിറ്റിക്കൽ ഡിസിഷൻസും എല്ലാം എന്തിനെ ഡെവലപ്മെൻറ്റിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാവോ ഇല്ല, ഒരുപാട് ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് അത് ശരിക്കും അതൊരു ഡെവലപ്മെൻറ്റ് ആയിട്ട് അത് രൂപീകൃതമാവുള്ളൂ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസീസും അതുപോലെ തന്നെ ഗ്ലോബൽ റിലേഷൻസ് ഒക്കെ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ തലങ്ങളിലും ഇപ്പോൾ നാഷണൽ തലങ്ങളിലാണെങ്കിൽ അങ്ങനെ, നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ രീതിയിലാണെങ്കിൽ അങ്ങനെ, സ്റ്റേറ്റിൻ്റെ രീതിയിലാണെങ്കിൽ ഇങ്ങനെ എന്ന് പറയുന്ന ഓരോ തലങ്ങളുണ്ട്. ഓരോ ഡെവലപ്മെൻറ്റിന് ഓരോ തലങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നല്ലൊരു രീതിയിലാവുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഒരു ഓവറോൾ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ആയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. ആൽഫ്രഡ് സാവി എന്ന് പറയുന്ന അദ്ദേഹം 1952 ഒരു 3 വേൾഡ് തിയറിയെ കുറിച്ചിട്ട് പറയുന്നത്, അഥവാ 3 വേൾഡ് 1 പ്ലാനറ്റ്, ഈ ഒരു ലോക രാജ്യങ്ങളെ തന്നെ 3 മേഖലകളാക്കി അദ്ദേഹം തരംതിരിച്ചു. അദ്ദേഹമാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അവതരിപ്പിച്ചതെന്നുള്ളതാണ്. ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ്, തേർഡ് വേൾഡ് എന്ന് പറയുന്ന 3 വിഭാഗങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചു. ഇതൊന്നും കേട്ട് ഒരിക്കലും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ആരാണ്? ഫസ്റ്റ് വേൾഡിൽ ക്യാപിറ്റലൈസ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് വരും. ആരൊക്കെ വരും? നമ്മുടെ നോർത്ത് അമേരിക്ക വരും, അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്പ് വരും, ജപ്പാൻ വരും, ഓസ്ട്രേലിയ വരും, ന്യൂസിലാൻഡ് വരും. ഇവരൊക്കെ ആരാണ്? ഫസ്റ്റ് വേൾഡ് വികസന രാജ്യങ്ങളാണ്. ഓൾറെഡി അവർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പം അവരെയാണ് ഈ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ അവരെ പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് വേൾഡ് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത് ഇത് സെൻട്രലി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രീസിന് നമുക്ക് അതിൽ അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ 1952 ആ ഒരു കാലഘട്ടത്തിൽ ആരുണ്ടായിരുന്നത്? USSR ഉണ്ടായിരുന്നത്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന USSR. അപ്പം അതിനെയാണ് ആ ഒരു തരത്തിൽ അദ്ദേഹം പെടുത്തിയിരുന്നത്. പിന്നീട് പല ആളുകളും എന്താണ് ഈ ഒരു USSRനെ എന്തുകൊണ്ട് ഡെവലപ്പിൽ പെടുത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അദ്ദേഹം അതിൽ പെടുത്തിയിരുന്നത് ഈ USSRനാണ്. പിന്നെ തേർഡ് വേൾഡ് കൺട്രീസിൽ ആരാണ് വരിക? ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള പുവർ കൺട്രീസാണ് അതിലൊക്കെ പെടുക എന്നുള്ളതാണ്. ഈ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരുടെ ഭയങ്കര പോപ്പുലേഷൻ റേറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരിക്കും, ഹെൽത്ത് ഉണ്ടാവില്ല, എഡ്യൂക്കേഷനൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അർബനൈസേഷന്, ഇൻഡസ്ട്രിയലൈസേഷന്, ഇൻകം ഇനീക്വാളിറ്റി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കുറവായിരിക്കും. അതുപോലെ തന്നെ എനർജി കൺസംഷന് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ഒരു കൊളോണിയൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള രാജ്യങ്ങളൊക്കെയാണ്, പണ്ട് കോളനീകരിച്ചിരുന്ന രാജ്യങ്ങളൊക്കെയാണ് ഈ ഒരു തരത്തിലധികം പെടുന്നത്. അതുപോലെ തന്നെ പോവേർട്ടി ഉണ്ടാവും. അവർക്ക് എന്താണ് ഉൽപ്പാദനക്ഷമത, അത് അവരുടെ കഴിവിനനുസരിച്ച് പോലും അവർക്ക് ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അങ്ങനത്തെ രാജ്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്? തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ള നമ്മുടെ യൂണിറ്റിൻ്റെ പേര് പോലെ തന്നെ ഇതിൽ സബ് ഹെഡിങ് വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് കൺട്രി ആയിട്ടുള്ള USSRനെ ഒഴിവാക്കിയിട്ട് USA, കാനഡ, യൂറോപ്പ്, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയിട്ടുള്ള ഈ കൺട്രീസിനൊക്കെ എന്തിൽ പെടുത്തി? ഡെവലപ്ഡ് കൺട്രീസിലായി ഉൾപ്പെടുത്തി, അവരെ പട്ടികപ്പെടുത്തി. ഏഷ്യയിൽ നിന്ന് ജപ്പാൻ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക അല്ലാത്ത എല്ലാ രാജ്യങ്ങളും, ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യങ്ങളൊക്കെ എന്തിൽ ഉൾപ്പെടുത്തി? ഡെവലപ്പിംഗ് കൺട്രീസിലും ഉൾപ്പെടുത്തി. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും, അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ പല പ്രശ്നങ്ങളും അവർ തമ്മിൽ തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ പല പ്രശ്നങ്ങളും എന്താണ്? പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ റിസോഴ്സസ് കോൺസെൻട്രേഷൻ, ട്രേഡ് ഡൊമിനൻസി, ഇതൊക്കെ ഈ ഒരു ഇതിലൊക്കെ വളരെ വലിയൊരു പങ്ക് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കും. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു അറ്റ്ലസ് മെത്തേഡ് 2020 ഇത് ഡെവലപ്ഡ് കൺട്രി ആണോ, ഡെവലപ്പിംഗ് കൺട്രി ആണോ, അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇത്, അഥവാ ഒരു ലോ ഇൻകം ആയിട്ടുള്ള, അഥവാ GNI പെർ ക്യാപിറ്റ $1026 മുതൽ $3995 വരെ, അഥവാ $1026 മുതൽ $3995 വരെ ഡോളർ ആണ് അവരുടെ ഇൻകം എങ്കിൽ അവരെന്താണ്? ലോ ഇൻകം അഥവാ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് അവർ പെടുക. അവരുടെ എന്താണ് ഈ ഒരു GNI പെർ ക്യാപിറ്റ വെച്ചിട്ടാണ് എന്താണ് അവരെ അണ്ടർ ഡെവലപ്ഡ് ആണോ ഡെവലപ്ഡ് ആണോ എന്നൊക്കെ ഉള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലോവർ മിഡിൽ ഇൻകം എന്ന് പറയുന്നത് $3996 മുതൽ $12375 വരെയുള്ള ഇതിൻ്റെ ഇടയിലാണ് അവരുടെ ഒരു ഇൻകം എങ്കിൽ എന്തിൽ പെടും? നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ പെടും. അതുപോലെ അപ്പർ മിഡിൽ ഇൻകം എന്ന് പറയുന്നത് 12,376 അതിൽ കൂടുതലോ ഡോളേഴ്സ് അവർക്ക് ഇൻകം ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? ഡെവലപ്ഡ് കൺട്രീസിൽ നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ കുറച്ച് കണക്കുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. ജസ്റ്റ് കേൾക്കുക, മനസ്സിലാക്കുക. ദെൻ ഇതിൽ
UN നിലപാട് അഥവാ യുണൈറ്റഡ് നാഷൻസിന്റെ നിലപാട് ഈ ക്ലാസിഫിക്കേഷനിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ UN നിലപാട് എന്താണെന്നുള്ളതും പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. എന്നാൽ ഈ ഡെവലപ്ഡ് കൺട്രീസ്, അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇങ്ങനെയൊക്കെ നിർണ്ണയിക്കാൻ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അഥവാ ഒരു സ്ഥിരമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും ഇല്ല. ഒരു ഉപയോഗിച്ചിരുന്ന മാനദണ്ഡങ്ങളൊക്കെ എന്താണ്, ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള അളവുകൾ മാത്രമാണ്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായെന്ന് വിചാരിച്ച് അവിടെ ആ ഒരു രാജ്യത്ത് ശരിക്കും ഡെവലപ്ഡ് ആയി നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, അതിൽ ഇക്വാളിറ്റി ഉണ്ടാവില്ല. ആ ഒരു രാജ്യത്തുള്ള ആ ഒരു റിസോഴ്സസ് ആ രാജ്യത്തുള്ള എല്ലാവരിലേക്കും എത്തുമ്പോൾ മാത്രമേ അതെന്ത് ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഇക്വാളിറ്റി അതിലുണ്ടാവുള്ളൂ. അപ്പം അതിലൂടെ മാത്രമേ ശരിക്കുള്ള ഒരു ഗ്രോത്ത് അവർക്ക് ഉണ്ടാകാൻ പറ്റൂ. ഒരു ഗ്രോത്ത് ഉണ്ടായി, ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി, ഒരു രാജ്യത്തിന് അത്രയും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ ആ രാജ്യം അത്രയും ഹൈ ആണെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, അവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടാകും, ഒരുപാട് പണക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും. ഈ പണക്കാർക്ക് കൂടുതൽ പണം വന്നു, അപ്പം എന്താണ് അവരുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടി എന്ന് വിചാരിച്ച് അവർ നാട്ടിലെല്ലാവരും ആ ഒരു രീതിയിലേക്ക് വരുമെന്നാണ്? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡം നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളതാണ് UN നിലപാട് എന്ന് പറയുന്നത്. പിന്നീട് ഡെവലപ്ഡ് കൺട്രീസിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ഉയർന്ന ടെക്നോളജി, അടിസ്ഥാന സൗകര്യങ്ങൾ, ഉയർന്ന GDP, GNP, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ഉള്ള ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ മേഖലയിൽ, സർവീസ് മേഖലയിൽ അവർക്ക് എന്തുണ്ടാവും, വളരെ വളരെ ശക്തമായിട്ടുള്ള ഗ്രോത്ത് അവർക്കുണ്ടാവും. ഹെൽത്ത് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാം ഉയർന്നതായിരിക്കും. വളരെ മികച്ച സംഭവങ്ങളായിരിക്കും ആ ഒരു രാജ്യത്ത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒരു ഫുഡ് പ്രിൻസ് ആയിട്ട് ആരെ കണക്കാക്കാൻ പറ്റും, ഈ ഡെവലപ്ഡ് കൺട്രീസിനെ കണക്കാക്കാൻ പറ്റും. ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് ആരെ കണ്ടു വളരാം, ഡെവലപ്ഡ് കൺട്രീസിനെ കണ്ടു വളരാം എന്ന രീതിയിൽ അതുപോലെ ഒരു കോഫി അന്നൻ എന്ന് പറയുന്ന അദ്ദേഹം 2000 പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാ സിറ്റിസണിനും അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ സ്വതന്ത്രവും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് നൽകുന്ന രാജ്യം ആണ് എന്ത് പറയുന്നത്, ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കി വെക്കുക, എന്താണ് ഡെവലപ്ഡ്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടാവും. അതിലാണ് GNP ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, പെർ ക്യാപിറ്റ ഇൻകം ആയിക്കോട്ടെ, എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, ഹെൽത്ത്, എഡ്യൂക്കേഷൻ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു രാജ്യത്തിനെയാണ് എന്ത് പറയുന്നത്, നമുക്ക് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൽ മോഡേണൈസേഷൻ അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷന്, എഡ്യൂക്കേഷന്, വെൽത്ത് ഇതിലൊക്കെ വരുന്ന ഒരു ചേഞ്ച്, ഇതിൻ്റെ നല്ലൊരു വളർച്ചയാണ് എന്ന് പറയുന്നത് നമുക്ക് മോഡേണൈസേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെസ്റ്റേൺ ക്ലോത്ത് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, എന്താണ് ഒരു പാശ്ചാത്യ അവരുടെ എന്താ ഈ ഒരു വെസ്റ്റേൺ യൂറോപ്യൻസ് സ്വീകരിച്ച് അവരുടെ കൾച്ചർ നമ്മൾ പിൻപറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഏകീകരണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ യൂറോപ്യനൈസേഷൻ അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, രണ്ടും ഈക്വൽ ആണ് കേട്ടോ. മോഡേണൈസേഷൻ പറയുന്നത് എന്താണ്, ആദ്യം എന്താണ് ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഈ ഒരു മോഡേണൈസേഷൻ കണ്ടത്. പിന്നീട് എന്താണ്, ഇത് പല വാണിജ്യ അഥവാ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റവല്യൂഷൻ വഴി പല രാജ്യങ്ങളിലേക്ക് എത്തി. എന്താണ്, പരമ്പരാഗതമായിട്ടുള്ള കാർഷിക സമൂഹത്തെ എന്താണ് മോഡലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആക്കി ഇത് മാറ്റി. ഒരു ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രാമീണ ഒരു പിന്നോക്കമായിട്ടുള്ള ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റിക്ക് നമുക്ക് കിട്ടുമെങ്കിൽ, ഒരു മോഡേൺ സൊസൈറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു നഗരത്തിൽ ഒരു വ്യവസായം, ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വൈബ് നമുക്ക് കിട്ടും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിൽ പറഞ്ഞു എന്നുള്ളത്. ഡെവലപ്പിംഗ് കൺട്രീസ് പറയുന്നുണ്ട്. ഇതിലാണ് നമ്മളെ ഇന്ത്യക്ക് പെടുക ഡെവലപ്പിംഗ് കൺട്രീസിൽ, അല്ലേ? ലോകത്തിലുള്ള 75% ഭൂവിസ്തൃതിയിലും ഉള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്, ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. കാരണം അവരാണ് കൂടുതലുള്ളത്, ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് കൂടുതലുള്ളത്. അഥവാ ഈ ഒരു ലോകത്തുള്ള 85% ജനസംഖ്യയും എവിടെ നിന്നാണ്, ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നാണെന്നുള്ളതാണ്. WTO ആയിട്ട് അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലുള്ള അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളിൽ 2/3 രാജ്യങ്ങളും ആരാണ്, ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഇവർക്കൊക്കെ എന്താണ് എന്താണ് പല വെറൈറ്റീസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളും അവർക്കുണ്ട്, ഈ ഡെവലപ്പിംഗ് കൺട്രീസിനുണ്ട്. അവരുടെ ഇൻഡെക്സ് നോക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം, അതുപോലെ തന്നെ GDP, പെർ ക്യാപിറ്റ GDP, ലൈഫ് എക്സ്പെക്റ്റൻസി, സാക്ഷരതാ നിരക്ക്, ഫ്രീഡം ഇൻഡെക്സ്, HDI തുടങ്ങിയിട്ടുള്ള ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് അളക്കാൻ പറ്റുക, ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിനെ നമുക്ക് അളക്കാൻ പറ്റുക. അതുപോലെ തന്നെ UN ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഗോൾസ് പറയുന്നുണ്ട്. ഇതൊക്കെ പറയാം നമുക്ക്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 2013 ആയിട്ടുള്ള അജണ്ട, നമുക്കൊരു സീറോ പോവേർട്ടി എന്നുള്ള കാര്യങ്ങൾ കുറേ അജണ്ടകളൊക്കെ പറയാനുണ്ട്. ഇതൊന്നും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഇതൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെയാണ് ശരിക്കും ഈ ഒരു 2030 ആകുമ്പോഴത്തേന് എല്ലാ നോ പോവേർട്ടി, എന്താണ്
ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത നല്ലൊരു രാജ്യം സൃഷ്ടിച്ചെടുക്കുക, നല്ലൊരു ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് യുഎൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടും പറയുന്നുണ്ട്. ഒരു ലോ ടാക്സ് ആയിട്ടുള്ള ഒരു സമാഹരണമാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രോഗ്രാംസിനൊക്കെ കുറഞ്ഞ വ്യാപ്തിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കുറച്ച് സംഭവങ്ങളൊക്കെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അതൊക്കെ വിടുക, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ദെൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, നമുക്ക് ഇനി അടുത്ത ആളാരാണ്? അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. CM എന്ന് പറയുന്ന 2018 അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ചില രാജ്യങ്ങൾ എന്താണ് ഒരു അദ്ദേഹത്തിൻ്റെ രസകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ അദ്ദേഹം പറയുന്നത്, ചില രാജ്യങ്ങൾ എന്താണ് അവരുടെ തടി കുറക്കുക, അവരുടെ ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ചില രാജ്യങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. പക്ഷേ ചില രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുക എന്ന് പോലും അറിയാത്ത ആളുകളാണെന്നുള്ളതാണ്. ഇവരാണ് എന്ത് പറയുന്നത്, ഈ അവസാനം പറയുന്ന ആളുകളാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ പെട്ട ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പോഴത്തെ കാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ശരി. പിന്നെ പറയുന്നത് കൊളോണിയലിസം പറയുന്നുണ്ട്, നിയോ കൊളോണിയലിസം പറയുന്നുണ്ട്. ഈ കൊളോണിയലിസം എന്ന് പറയുന്നത് എന്താണ്? ചിലർ നമ്മുടെ രാജ്യത്തിലേക്ക് അടിച്ചു കയറി പറ്റുന്ന നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവർ തന്നെ നടത്തി അവർ നമ്മളെ ചൂഷണം ചെയ്യുക, അതിനാണ് എന്ന് പറയുന്നത് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെയിം സംഭവം. പക്ഷേ എന്താണ്, ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ടാവും? ഈ നിയോ കൊളോണിയലിസം അനുഭവിക്കുന്ന ആളുകൾക്കുണ്ടാവും. പക്ഷേ എന്നാലും സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള നിയന്ത്രണം ഇപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഇടപാടുകളൊക്കെ നമുക്ക് നടത്താം. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മളൊക്കെ തന്നെയാണെങ്കിലും നമ്മളെ ബാക്കിൽ നിന്ന് നിയന്ത്രിക്കാൻ ആരുണ്ട്? നമ്മളെ കോളനിയാക്കി വെച്ചിട്ടുള്ള ശക്തികൾ ഉണ്ട്. അതാണ് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ എന്താണ്, ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അനുഭവിച്ച് വന്ന സംഭവങ്ങളാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ദെൻ നമ്മൾ ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് നമുക്ക് പറയുമ്പം ഈ ഒരു ഡിപ്പെൻഡൻസി തിയറി നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിനെ കുറിച്ചിട്ട് പറയുമ്പം നമ്മൾ മോഡേണൈസേഷൻ തിയറി പറയുന്നത് പോലെ അവരെങ്ങനെയാണ് ഡെവലപ്ഡ് ആയത് എന്നുള്ളതാണ് മോഡേണൈസേഷൻ തിയറിയിലൂടെ കാണിക്കുന്നത്. അതായത് പരമ്പരാഗതമായിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് അവർ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ലൈഫിലേക്ക് മാറിയിട്ടുള്ള അവർ കൈവരിച്ച മാർഗ്ഗങ്ങൾ, അവർ കൈവരിച്ച സ്റ്റെപ്പുകൾ, അവർ കൈവരിച്ച നേട്ടങ്ങൾ, അതിലൂടെ അവർ എത്തിപ്പെട്ട സ്ഥലം, അതാണ് ശരിക്കും എന്താണ് ഒരു മോഡേണൈസേഷൻ തിയറിയിലൂടെ ഡെവലപ്ഡ് കൺട്രീസിൻ്റെത് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻസി തിയറി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത്? ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ആരെയാണ്? യെസ്, ഡെവലപ്ഡ് കൺട്രീസിനെയാണ് അവർ എല്ലായ്പ്പോഴും എല്ലാത്തിനും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ ഡെവലപ്ഡ് കൺട്രീസ് വളരെയധികം ക്രൂശിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ അവർ കൈക്കലാക്കി എന്നാൽ നല്ല സർവീസ് കൊടുക്കാതിരിക്കുകയും, ഇപ്പം നമുക്ക് ഒരുപാട് ടെക്നോളജീസിൻ്റെ കാര്യത്തിൻ്റെ ആവശ്യമുണ്ട്, നമ്മൾ അതിൻ്റെയൊക്കെ പൈസ കൊടുത്ത് അവർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ നമുക്ക് അത് അറിയില്ല, അത് സെക്കൻഡ് ഹാൻഡ് ആണോ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പല രീതിയിലും അവർക്ക് നമ്മുടെ ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ അതിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിലൂടെ ഈ ഒരു ലോകത്തെ തന്നെ കോർ അതുപോലെ തന്നെ പെരിഫറി എന്ന് പറയുന്ന രണ്ട് ഘടനയായിട്ട് ഇതിൽ കാണാണ്. അഥവാ ഈ ഒരു വിഭവങ്ങൾ, ഈ ഒരു കോറായിട്ടുള്ള മേഖല അഥവാ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പെരിഫറിയിൽ നിന്ന് എന്താണ് ഒരു കോർ എന്നുള്ള സമ്പന്ന രാജ്യത്തിലേക്ക് ഒഴുകി പോകുന്നതിനാണ് ഇതിൽ പറയുന്നത്. ഇപ്പം കോർ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെയാണ് പറയുന്നത്. ഈ പെരിഫറി എന്ന് പറയുന്നത് ആരെയാണ്? അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്. ഇങ്ങനെ പാവപ്പെട്ട ആളുകളുടെ പണം മുഴുവനും എവിടേക്ക് എത്താണ്? വികസിത രാജ്യങ്ങളിലേക്ക് എത്തുന്ന അതിനെതിരെയുള്ള ഒരു വിമർശനമായിട്ടാണ് ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിൽ പറയുന്നത്. അഥവാ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ എന്താണ് എല്ലാവരെയും ഒരുപോലെ ഉപകാരപ്പെടുമോ? ഒരിക്കലും എല്ലാവരെയും അത് ഒരിക്കലും ഗുണം ചെയ്യില്ല. കാരണം എന്താണ്, അതിൽ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്കൊന്നും ഒരിക്കലും ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടോ ഒന്നിനെ കൊണ്ടും അവർക്കതൊരു ഉപകാരത്തിലേക്ക് എത്തൂല. അങ്ങനെ എന്താണ് ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാമ്പത്തിക വളർച്ച പറയുകയാണെങ്കിൽ അത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിലൂടെ നമുക്ക് ആ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടെന്ന് പലരും പറയും. പക്ഷേ ആ ഒരു ധാരണ തെറ്റാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണ്, ഒരിക്കലും സാമ്പത്തിക വളർച്ച നേടിയിട്ടുള്ള ഒരു രാജ്യത്തിൽ പുരോഗതി ഉണ്ടാവും നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിൽ പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും. ഈ ഒരു ഇനീക്വാളിറ്റി ഉള്ളിടത്തോളം കാലം ഒരിക്കലും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇതൊക്കെ എന്താണ് പരാജയപ്പെടും. കാരണം എന്താണ്, അവിടെ എന്തുണ്ട്? ഇനീക്വാളിറ്റി ഉണ്ട്. അത് ആവശ്യപ്പെട്ട ആളുകളിലേക്ക് അവരുടെ കൈകളിലേക്ക് സാധനം എത്താത്തിടത്തോളം കാലം അതൊരിക്കലും ആ ഒരു പരിപാടികളൊന്നും വിജയിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദാരിദ്ര്യവും കുറയുന്നില്ല. പിന്നീട് എന്താണ്, ഒരു പരിസ്ഥിതി നാശത്തെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അഥവാ ഈ പ്രകൃതി വിഭവങ്ങളുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപഭോഗം കാരണം എന്താണ് പരിസ്ഥിതി നാശം വരുത്താൻ ഇടയാക്കുന്നുണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് പറയുന്നുണ്ട് ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിൽ തന്നെ. അഥവാ ഇതിലൊക്കെ എന്താണ് ഈ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് അറിവുകളുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഇതിലൂടെ അവഗണിക്കുന്നുണ്ട് ഈ പരമ്പരാഗതമായിട്ടുള്ള മൈൻഡുള്ള ആളുകളൊക്കെ. പക്ഷേ അവർ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പം
ശരിയായിരിക്കാം. പക്ഷെ അവരൊന്നും ഉൾപ്പെടുത്താത്ത ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിൽ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഡിപ്പെൻഡൻസി തിയറി. ഈ ശരിക്കും ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുമ്പം അതൊരിക്കലും ഒരാളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യത്തിന് നല്ലതായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണ്, ഒരു മുടിഞ്ഞൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും താഴ്ചയിലേക്ക് ആഴ്ന്നു പോവുകയുള്ളൂ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നിടത്തോളം കാലം. ആ ഒരു ആരെയാണോ നമ്മൾ ആശ്രയിക്കുന്നത് അവർ ഉയരുകയും നമ്മൾ താഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു ഡിപ്പെൻഡൻസി തിയറിയിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ന്യൂ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ സോഷ്യലായിട്ടുള്ള കൾച്ചറായിട്ടുള്ള പല ഘടകങ്ങളും ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റിയിലുള്ള മുഴുവൻ ആളുകളെയും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ശരിക്കും ലക്ഷ്യം ഇടേണ്ടത്. കാരണം അതിലൂടെയാണ് ആ ഒരു രാജ്യത്തിലുള്ള ആളുകൾക്ക് മുഴുവനും അതിന്റെ ഒരു നേട്ടം എല്ലാവർക്കും എത്തുകയുള്ളൂ എന്നുള്ള ഒരു ബോട്ടം അപ്പ് ആയിട്ടുള്ള ഒരു താഴെ തട്ടിൽ നിന്നുള്ള തന്നെ എന്ത് വേണം, ഡെവലപ്മെന്റ് വേണം. അതാണ് ഈ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ന്യൂ അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്, ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഇവരൊക്കെ എന്താണ്, ഡെവലപ്ഡ് കൺട്രീസ് പറയുമ്പോൾ എന്ത് പറയണം, മോഡേണൈസേഷൻ തിയറി ഓർക്കണം. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് പറയുമ്പോൾ ആര് ഓർക്കണം, ഡിപ്പെൻഡൻസി തിയറി ഓർക്കണം. അപ്പോൾ ഇത് രണ്ടും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോപ്പുലേഷൻ, ഹെൽത്ത്, ഇങ്ങനത്തെ സംഭവം ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളും അവിടെ ഉണ്ടാവില്ല, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടാവും. അത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാൻ സുഖമാണ്. എന്താണ്, കുറേ കാര്യങ്ങൾ എന്താണ് അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, വളരെ കുറവ്, അവിടെ വളരെ കൂടുതൽ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് വിടുന്നത്. എന്താണ്, ഏറ്റവും കൂടുതൽ വിസ്തൃതി, നമ്മുടെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഏറ്റവും കൂടുതലുള്ളത് ആരുള്ളതാണ്, നമ്മളെ ഡെവലപ്പിംഗ് കൺട്രീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ 85% ഓഫ് പോപ്പുലേഷൻ വരുന്നത് എവിടെയാണ്, ഡെവലപ്പിംഗ് കൺട്രീസിലാണ് വരുന്നത്. അതുപോലെ WTOയുടെ ആ ഒരു അംഗരാജ്യങ്ങളിൽ 2/3 രാജ്യങ്ങളും ആരാണ്, ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. സോ ഇതോടുകൂടെ നമ്മുടെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആയിട്ടോ.